മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് കേട്ടോ, ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഒരു തിരിച്ചു വരവ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും മേക്കപ്പ് പഠിക്കുന്നവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. മെയിനായിട്ടൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിനെ കൊണ്ടിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. ഏകദേശം 17,000 സംതിങ്, അതായത് 18,000 രൂപയുടെ പ്രോഡക്റ്റ്സ് ആണ് ദുബായിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മാത്രം പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല താനും. ഫസ്റ്റ് വൺ ഡയറിൻ്റെ ബാക്ക് സ്റ്റേജ് ഗ്ലോ ഫേസ് പാലറ്റ് എന്ന് പറയുന്നൊരു ഹൈലൈറ്ററാണ്. ഇത് അടിപൊളി ഹൈലൈറ്ററാണ്. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട്. ഏകദേശം $171 വരുന്നത്. നമ്മുടെ ഇന്ത്യൻ റുപ്പി വരുമ്പോഴത്തേക്കും 3,900 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 4 ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഇത് ഓരോ സ്കിൻ ടോണിന് നമുക്ക് സ്കിൻ ടോൺ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര ഒരു ഇൻറ്റൻസ് ഗ്ലോ ആണ് കേട്ടോ. ഈ ഒരു പേര് പോലെ തന്നെ ഗ്ലോ പാലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ ഒരു പേര് പോലെ തന്നെ കണ്ടോ എന്തൊരു ഗ്ലോ ആണെന്ന് നോക്കി. മറ്റ് മാക്ക്, ഹ്യൂഡ, ബോബി ബ്രൗൺ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഹൈലൈറ്റർ. അതെല്ലാം നല്ലതാണ്, പക്ഷെ അതിൽ നിന്നെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഡയറിൻ്റെ ഹൈലൈറ്റർ വരുമ്പോഴത്തേക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട്, ഇപ്പം ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കവിളിൽ ഇട്ട് നോക്കാം. ഇതുണ്ട്, ഇതിൻ്റെ ഒരു തിളക്കം കണ്ടോ. ഇതിങ്ങനെ ചുമ്മാ എടുത്തിട്ടിട്ട് തന്നെ ഇതിന് ഭയങ്കര ഗ്ലോ ആണ്. ഇപ്പം എൻ്റെ സ്കിന്നിൽ ഈ ഒരു പോർഷനിൽ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ മാത്രം കൺസീലർ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം മേക്കപ്പ് ഇടാണ്ട് തന്നെ ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ ഗ്ലോ ആണ്. സീക്വൻസ് ഇരിക്കുന്ന പോലെ ഒരു ഗ്ലോ അല്ല. മറ്റ് ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സീക്വൻസ് ഇട്ട പോലെയുള്ളൊരു ഫീല് വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ ആണ് ശരിക്കും തരുന്നത് കേട്ടോ. പ്രോഡക്റ്റ് വന്നിട്ട് ഡയറിൻ്റെ ഒരു ഐ പെന്നാണ്. ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഐ ലൈനറൊക്കെ വെച്ച് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് അല്ല അതിൻ്റെ ബ്രഷും കാര്യങ്ങളെല്ലാം. ഇത് പെൻ തന്നെയാണ്, നമുക്ക് ധൈര്യമായിട്ട് ഡ്രോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡയറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. ഇപ്പം നാഴ്സൊക്കെ പോലെ തന്നെ ഒരു ലക്ഷറി ബ്രാൻഡ് തന്നെയാണ് ഡയർ. അതിന് അതിൻ്റെതായ ഗുണസവിശേഷതകളും ഉണ്ട് കേട്ടോ. ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ് ഭയങ്കര നല്ലതാണ്. ഡയറിൻ്റെ ഒക്കെ പ്രോഡക്ട്സിൻ്റെ ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. $34, ഏകദേശം 3,100 ഇന്ത്യൻ റുപ്പീസ് ആണ് ഈ ഒരു ഐ പെന്നിൻ്റെ വില വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇതിന് എന്താണേലും ഉണ്ടാകും. ഡയറിൻ്റെ ഒരു കാജലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ആക്ച്വലി വന്നിട്ട് നമ്മളെ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ഡ്രോ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഏകദേശം $104 ആണ്. 2,400 രൂപയാണ് ഇന്ത്യൻ റുപ്പി വരുന്നത്. അപ്പോൾ ഇത് എന്താണെങ്കിലും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിരിക്കും. ഈ പ്രോഡക്ട്സ് എല്ലാം വെച്ച് നമുക്കൊരു മേക്കപ്പ് എന്താണെങ്കിലും ചെയ്യണം. ഉടനെ അടുത്തൊരു വീഡിയോ ഈ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ആയിരിക്കും. അടുത്തിടെ ഞാൻ നൈക്കയുടെ 2 പ്രോഡക്ട്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരെണ്ണം ഒരു ലക്ഷറി പ്രോഡക്റ്റ് ആണെന്ന് ഇതിൻ്റെ പാക്കേജ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊന്ന് അൺബോക്സ് ചെയ്യണമെങ്കിലാണ് ഏറ്റവും. ഈ ഒരു ബ്ലാക്ക് ബോക്സിൽ ഇങ്ങനെ വരുന്ന പ്രോഡക്റ്റ് എല്ലാം ലക്ഷറി പ്രോഡക്റ്റ് ആണ്. 2,130 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. എന്തായിരിക്കും? മറ്റൊന്നുമല്ല, നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് പ്രോഡക്റ്റായ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുൾ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് തീർത്തു. ഇതിപ്പോൾ അടുത്ത ബോട്ടിലാണ്. ഇത് എന്താണെങ്കിലും എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതില്ലാതെ ഒരു മേക്കപ്പിനെ പറ്റി ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരുന്നൊരു പ്രോഡക്റ്റാണ്. മേക്കപ്പ് ആണെന്ന് പറയത്തില്ല, നമ്മുടെ ആ ഒരു സ്കിന്നിലുള്ള ഒരു നാച്ചുറൽ ഗ്ലോ തന്നെയാണ് നമ്മൾ ബിലീവ് ചെയ്ത് പോകും കേട്ടോ കാണുമ്പോൾ. അതുപോലെ മേക്കപ്പിൽ ഒരു മാജിക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റാണ് മാക്കിൻ്റെ ഈ ഒരു പ്രിപ്പ് ആൻഡ് പ്രൈം. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതെന്താണേലും ലക്ഷറി പ്രോഡക്റ്റ് ഒന്നുമല്ല, പക്ഷെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ ബിലീവ് ചെയ്ത് വാങ്ങിയതാണ്. ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം അത് എത്രത്തോളം നല്ലതാണെന്ന്. പിൽഗ്രിം സീക്രട്സ് ഓഫ് ജെജു ഈസ്ലാൻഡ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സിറമാണ്. എനിക്ക് വലിയ തിക്ക് ഹെയർ ഒന്നും അല്ല. എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാൽപ്പ് കാണുന്ന ഒരു പ്രശ്നം പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആവുമോ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ട്രൈ ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയതാണ്.
186 ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നൈക്കിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ വില വന്നത്. അപ്പോൾ ഇതെന്താണേലും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്താണേലും പറയുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് ട്രൈ ആണ്. ഞാനിങ്ങനെ ഹെയർ സീറം ഒന്നും എനിക്കൊന്നും ഇതിന് മുൻപേ മാമാഎർത്തിൻ്റെ ഹെയർ സീറം ഒനിയൻ സീറം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കരമായ ഒരു റിസൾട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല പറയാനായിട്ട്. ഞാൻ ഒരു മിനിമം ഒരു 2 ബോട്ടിലെങ്കിലും യൂസ് ചെയ്താലല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് അറിയില്ല. മാമാഎർത്തിൻ്റെ ഒനിയൻ സിറം കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും തോന്നിയില്ല. പക്ഷേ റിസൾട്ട് അറിയാനായിട്ട് അത്രയും നാൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇതെന്താണേലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത്, റെഡ്യൂസ് ഹെയർ ഫാൾ, ബൂസ്റ്റ് ഹെയർ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താണേലും യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.